ലോക ഭൂപടത്തിൽ ഒരു വട്ടപ്പൊട്ടിന്റെ മാത്രം വലിപ്പം തോന്നിക്കുന്ന രാജ്യം. ഗൾഫ് രാഷ്ട്രങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ചെറിയ രാജ്യങ്ങളിലൊന്ന്. അറേബ്യൻ മണലാരണ്യങ്ങളിൽ സൗദി അറേബ്യയുമായി മാത്രം കരയതിർത്തി പങ്കിടുന്നു. എന്നാൽ ഇന്ന് ഈ കൊച്ചു രാജ്യം ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ തലയുയർത്തി നിൽക്കുന്നത് അവരുടെ വ്യക്തമായ കാഴ്ചപ്പാടുകളും കൃത്യമായ നയതന്ത്ര നീക്കങ്ങളും കൊണ്ടാണ്. അന്താരാഷ്ട്ര വിഷയങ്ങളിൽ സജീവമായി ഇടപെടുകയും ലോകത്ത് സംഭവിക്കുന്ന ഏത് വിഷയത്തിലും വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടിയ നയതന്ത്ര നീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഖത്തറിനെ ലോകരാജ്യങ്ങൾ ഇന്ന് നോക്കിക്കാണുന്നത് അത്ഭുതത്തോടു കൂടിയാണ്. ലോക സമാധാനത്തിന്റെ കേന്ദ്രമെന്നറിയപ്പെടുന്ന പ്രദേശമാണ് ജനീവ. എന്നാൽ മിഡിൽ ഈസ്റ്റിലെ ജനീവ എന്നറിയപ്പെടുന്ന രാജ്യമാണ് ഖത്തർ. റഷ്യ യുക്രൈൻ സമാധാന ചർച്ചകളിൽ ഖത്തറിന്റെ വൈദഗ്ധ്യമാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. 2 വർഷത്തോളമായി യൂറോപ്പിനെ അശാന്തമാക്കുകയാണ് റഷ്യ യുക്രൈൻ സംഘർഷം. അനുനയ ചർച്ചകളിൽ പല സൗദി അറേബ്യൻ രാജ്യങ്ങളും പരാജയപ്പെട്ടിടത്ത് സമാധാന ചർച്ചകളിൽ ഖത്തറിന്റെ വൈദഗ്ധ്യമാണ് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത്. അമേരിക്ക തീവ്രവാദി സംഘടനയെന്ന് മുദ്രകുത്തിയ ഹമാസിന്റെ പ്രവർത്തന കേന്ദ്രം ദോഹയിലാണ്. അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ സൈനിക താവളമായ അൽ ഉദൈദ് എയർബേസ് സ്ഥിതി ചെയ്യുന്നതും ഖത്തറിൽ തന്നെ. ഒരേ സമയം മുസ്ലിം രാജ്യങ്ങളുമായി പാശ്ചാത്യ രാജ്യങ്ങളുമായി നല്ല ബന്ധം പുലർത്തുന്ന രാജ്യമാണ് ഖത്തർ. മുൻപ് ഗാസ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രയേൽ സന്ദർശിച്ച അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ടെൽ അവീവിൽ നിന്ന് നേരെ പോയത് ദോഹയിലേക്കായിരുന്നു. ബ്ലിങ്കന്റെ ആ നീക്കം വെറുതെ ആയിരുന്നില്ല. മധ്യസ്ഥ ശ്രമങ്ങളിൽ ഖത്തറിനുള്ള സ്വാധീനം നന്നായി മനസ്സിലാക്കിയായിരുന്നു ബ്ലിങ്കന്റെ ആ നീക്കം. അന്ന് ഹമാസ് ഇസ്രയേലിലേക്ക് ഒക്ടോബർ 7 നടത്തിയ ആക്രമണത്തെ അംഗീകരിച്ചിരുന്നില്ലെങ്കിലും ഖത്തർ കുറ്റപ്പെടുത്തിയത് അതിനുശേഷം ഇസ്രയേൽ നടത്തിയ അധിനിവേശത്തെയായിരുന്നു. ഖത്തറിന്റെ നിലപാടിൽ അമേരിക്കയിൽ നിന്നുൾപ്പെടെ വിമർശനങ്ങൾ ഉയർന്നു. എന്നാൽ ഇന്ന് അതേ ഖത്തർ തന്നെ വേണ്ടി വന്നു വെടിനിർത്തലിലേക്ക് ഇസ്രായേലിനെ എത്തിക്കാൻ എന്നതും ശ്രദ്ധേയമാണ്. ലോകത്തെ മുഴുവൻ അസ്വസ്ഥമാക്കിയ ഗാസയിലെ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കാൻ ഖത്തർ ഇസ്രായേലിൽ ഇടപെടൽ നടത്തി. ഇസ്രായേലിൽ അതിക്രമിച്ചു കടന്ന് അമേരിക്കൻ സ്വദേശിയായ അമ്മയെയും മകളെയും ഹമാസ് ബന്ദിയാക്കിയിരുന്നു. ഇവരെ ഹമാസ് വിട്ടയച്ചപ്പോൾ അമേരിക്കൻ ഉദ്യോഗസ്ഥർ നന്ദി പറഞ്ഞത് ഖത്തറിനോടായിരുന്നു. താലിബാൻ വിഷയം രൂക്ഷമായ സന്ദർഭങ്ങളിലും മധ്യസ്ഥത വഹിച്ചത് ഖത്തറായിരുന്നു. ഇറാന്റെ തടഞ്ഞുവെച്ച $600 കോടി അമേരിക്ക 2 മാസം മുൻപ് വിട്ടു നൽകുകയും 5 തടവുകാരെ വീതം ഇരു രാജ്യങ്ങളും മോചിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇക്കാര്യത്തിലും മധ്യസ്ഥൻ ഖത്തർ തന്നെ. ഇങ്ങനെ നീളുന്നു അന്താരാഷ്ട്ര നയതന്ത്ര മേഖലയിൽ ലോകം ഉറ്റുനോക്കുന്ന രാജ്യമെന്ന നിലയിലേക്ക് ഖത്തറിനെ ഉയർത്തിയ സന്ദർഭങ്ങളുടെ നിര. പലപ്പോഴും ഖത്തർ സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ ആ രാജ്യത്തിന്റെ അഭിമാനം എക്കാലവും ഉയർത്തിപ്പിടിക്കുന്നതാണ്. എടുക്കുന്ന നിലപാടിൽ കൂടെയുള്ളവരുടെ വലിപ്പം നോക്കാതെ മുൻപോട്ടു പോകാൻ കഴിയുന്ന ഖത്തറിന്റെ രാഷ്ട്രീയം ചില വമ്പൻ രാജ്യങ്ങൾക്ക് പോലും പുലർത്താൻ കഴിയുന്നില്ല എന്നതാണ് ശ്രദ്ധേയം. 5 വർഷക്കാലം സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങൾ ഖത്തറിന് മേൽ ഉപരോധം പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ അപ്പോഴും കൃത്യമായ രാഷ്ട്രീയ നിലപാടെടുത്ത് അവർ ഉപരോധത്തെ തലയുയർത്തി നിന്ന് നേരിടുകയാണ് ചെയ്തത്. പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പിനും തങ്ങളില്ല എന്ന നിലപാടെടുത്ത് ഏതു വിഷയത്തിലും എവിടെ വെച്ചും ചർച്ചയ്ക്ക് സന്നദ്ധമാണെന്ന് വ്യക്തമാക്കുകയായിരുന്നു രാജ്യം ചെയ്തത്. മധ്യസ്ഥത വഹിക്കുന്ന പ്രശ്നങ്ങളിലെല്ലാം ശുഭപര്യവസാനം നേടിയെടുക്കാൻ ഖത്തറിന് മുന്നേ തന്നെ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മികച്ച മധ്യസ്ഥനായാണ് നേരത്തെ തന്നെ ഖത്തർ അറിയപ്പെടുന്നത്. അഫ്ഗാൻ പ്രതിസന്ധിയോടെയാണ് ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി ഖത്തർ മാറിയത്. അഫ്ഗാനിസ്ഥാനിൽ പതിറ്റാണ്ടുകൾ നീണ്ട ആഭ്യന്തരവും അല്ലാത്തതുമായ യുദ്ധങ്ങൾക്ക് ഒരു പര്യവസാനം ഉണ്ടാവണമെന്ന തീരുമാനത്തിന്റെ ഫലമായി ഖത്തർ നടത്തിയ ദോഹ ചർച്ചകൾ ചരിത്രത്തിൽ തന്നെ ഇടം നേടിയ ഒന്നാണ്. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ബറാക് ഒബാമയുടെ പിന്തുണയോടെ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ താലിബാന്റെ രാഷ്ട്രീയകാര്യ ഓഫീസ് തുടങ്ങാൻ അനുവദിച്ചതാണ് ഖത്തറിനെ ആഗോള മധ്യസ്ഥരെന്ന പദവിയിലേക്ക് ഉയർത്തിയത്. അന്ന് ഖത്തർ നടത്തിയ ചർച്ചകളാണ് അഫ്ഗാനിൽ നിന്നുള്ള സഖ്യസേനയുടെ പിന്മാറ്റത്തിനും ആഭ്യന്തര സംഘർഷങ്ങൾക്കും അറുതി വരുത്തിയത്. അന്ന് താലിബാൻ നേതാക്കളെയും അമേരിക്കൻ പ്രതിനിധികളെയും ദോഹയിൽ ഒരു മേശയ്ക്ക് ചുറ്റുമിരുത്തി നടത്തിയ ചർച്ചയിലൂടെയാണ് ഖത്തർ പ്രശ്നം പരിഹരിച്ചത്. അത് മറ്റൊരു രാജ്യത്തിനും സാധിക്കാത്ത നയതന്ത്ര വിജയം തന്നെയാണ്. അഫ്ഗാനിസ്ഥാൻ പ്രതിസന്ധിക്ക് മാത്രമല്ല അന്ന് പരിഹാരമുണ്ടായത്. സുഡാനിൽ നടന്ന ആഭ്യന്തര കലാപത്തിന് അറുതിയുണ്ടായതും ദോഹ ചർച്ചയിലൂടെ തന്നെയാണ്. മധ്യസ്ഥ ചർച്ചകളിൽ മാത്രമല്ല ഖത്തർ ലോകത്തിനു മുന്നിൽ അവരുടെ പേര് ഉയർത്തിക്കാട്ടുന്നത്. കായിക രംഗത്തും ഖത്തർ ചരിത്രം സൃഷ്ടിച്ചു. യൂറോപ്യൻ രാജ്യങ്ങളുടെ മാത്രം കുത്തകയായി കണക്കാക്കപ്പെട്ടിരുന്ന ലോകകപ്പ്
അത് അറബ് ഇസ്ലാമിക രാജ്യമായ ഖത്തറിൽ കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, അതുവരെ നടന്ന ലോകകപ്പുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ലോകം കണ്ട ഏറ്റവും വലിയ സമാധാനപൂർവമായ ലോകകപ്പ് എന്ന പേരോടുകൂടി തന്നെ ഖത്തർ അത് നടത്തി. മദ്യം സ്റ്റേഡിയങ്ങളിൽ വിളമ്പാതെയും ലോകകപ്പ് നടത്താമെന്ന് ഖത്തർ കാണിച്ചു കൊടുത്തു. ഏത് പാതിരാവിലും നിരത്തിലിറങ്ങി സ്ത്രീകൾക്ക് സ്വൈര്യമായി ഖത്തറിൽ സഞ്ചരിക്കാൻ കഴിയുമെന്ന് പാശ്ചാത്യ ലോകത്ത് നിന്നെത്തിയവർക്ക് ബോധ്യമായി. സർവ്വലോകത്തെയും ഉൾക്കൊണ്ട് മാത്രമേ ഇനി ലോകത്തിന് മുൻപോട്ടു പോകാൻ സാധിക്കുകയുള്ളൂ എന്ന കൃത്യമായ സന്ദേശമായിരുന്നു നവംബർ 20 സായാഹ്നത്തിൽ അൽബെയ്ത്ത് സ്റ്റേഡിയത്തിലൂടെ ഖത്തർ ലോകത്തിന് നൽകിയത്. വലിപ്പത്തിൽ ഏറെ ചെറുതാണ് ഖത്തർ, എന്നാൽ സമ്പത്തിന്റെ കാര്യത്തിൽ വളരെയേറെ വളർന്നു നിൽക്കുന്നവരാണ് ഖത്തർ. ഈ ചെറിയ രാജ്യത്തിന്റെ വളർച്ചയുടെ ചരിത്രം ഇങ്ങനെയാണ്. BC 6-ാം നൂറ്റാണ്ടിൽ തന്നെ ഖത്തറിൽ ജനവാസം ഉണ്ടായിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. 7-ാം നൂറ്റാണ്ടിൽ പ്രവാചകൻ മുഹമ്മദിന്റെ ആഗമനത്തിന്റെ ആദ്യഘട്ടത്തിലാണ് ഇസ്ലാം മതം ഈ ഉപദ്വീപിൽ പ്രചരിക്കുന്നത്. AD 628-ൽ മുഹമ്മദ് നബി പല രാജാക്കന്മാർക്കും ഇസ്ലാമിന്റെ സന്ദേശം അയച്ച കൂട്ടത്തിൽ ബഹ്റൈൻ ഭരണാധികാരി മുൻദിർ ബിൻ സവ അൽ ദമീമിക്കും കത്തയച്ചു. അക്കാലത്ത് കുവൈത്ത്, ഖത്തർ തുടങ്ങിയവയും ഇപ്പോൾ സൗദി അറേബ്യയുടെ ഭാഗമായ അൽ ഹസ എന്നിവയും ബഹ്റൈൻ ഭരണാധികാരത്തിന് കീഴിലായിരുന്നു. അദ്ദേഹം അത് സ്വീകരിക്കുകയും ഇസ്ലാമിലേക്ക് പരിവർത്തനം നടത്തുകയും ചെയ്തു. പിന്നീട് ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഭാഗമായി AD 1913 വരെ നിലകൊണ്ടു. 1913-ൽ തുർക്കി ഖലീഫയുമായി ഖത്തർ ഭരണാധികാരിക്ക് സ്വരച്ചേർച്ചയുണ്ടായി. പിന്നീട് ഖത്തറിൽ പൂർണ്ണമായ സ്വയംഭരണം ആരംഭിച്ചു. ബ്രിട്ടന്റെ ഇടപെടൽ ഖത്തറിൽ വ്യാപിക്കുന്നത് AD 1635-ൽ ബസറയിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഫാക്ടറി ആരംഭിച്ചതോടുകൂടിയാണ്. പെട്രോളിയം പര്യവേക്ഷണത്തിനും മുത്തുശേഖരണത്തിനുമായി അവർ തദ്ദേശീയരുമായി തന്ത്രപരമായ അടുപ്പം സ്ഥാപിച്ചു. പക്ഷേ തുർക്കി സുൽത്താനുമായി ഉണ്ടാക്കിയ മാൻഡേറ്ററി കരാർ അനുസരിച്ചതിനാൽ 1916 വരെ മേഖലയിൽ നേരിട്ടൊരു സൈനിക നീക്കം ബ്രിട്ടൻ നടത്തിയിരുന്നില്ല. AD 1878 ഡിസംബർ 18-ന് ഷെയ്ഖ് ഖാസിം ബിൻ മുഹമ്മദ് അൽ ദാനി തുർക്കി ഖലീഫയിൽ നിന്നും ഖത്തറിന്റെ ഉപഭരണാധികാരി എന്ന സ്ഥാനം നേടുകയും ബഹ്റൈൻ പ്രവിശ്യയിൽ നിന്നും വേർപെടുത്തി ഒരു നാട്ടുരാജ്യമാക്കി മാറ്റുകയും ചെയ്തു. 1971 സെപ്റ്റംബർ വരെ ഖത്തർ പൂർണ്ണമായും ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായിരുന്നു. 1939-ലാണ് ആദ്യമായി ഖത്തറിൽ എണ്ണ നിക്ഷേപം കണ്ടെത്തുന്നത്. എന്നാൽ രണ്ടാം ലോക മഹായുദ്ധം അതിന്റെ തുടർ പര്യവേക്ഷണങ്ങൾക്കും ഉൽപാദനത്തിനും തടസ്സമായി. 1951 ആയപ്പോഴേക്കും സ്ഥിതിഗതികൾ വളരെ മെച്ചപ്പെട്ടു. ഒരു ദിവസത്തെ ഖത്തറിന്റെ അന്നത്തെ എണ്ണ ഉൽപാദനം 2,33,000 ബാരലായിരുന്നു. ഖത്തർ ഭരണാധികാരികളായ അൽത്താനി കുടുംബത്തിന്റെ വരുമാനം കുന്നുകൂടി. 1950-ൽ രാജ്യത്ത് ആദ്യത്തെ സ്കൂൾ, ആശുപത്രി, പവർ പ്ലാന്റ്, ടെലിഫോൺ എക്സ്ചേഞ്ച് എന്നിവ സ്ഥാപിക്കപ്പെട്ടു. എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും രാജകുടുംബത്തിലെ അംഗങ്ങൾ തലപ്പത്ത് നിയമിക്കപ്പെട്ടു. അവർക്കെല്ലാം ഭീമമായ ശമ്പളം ലഭിച്ചു തുടങ്ങി. 1971-ൽ ഖത്തർ ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ ശേഷം 1972 ഫെബ്രുവരി 22-ന് പിതാവായ അമീർ അഹമ്മദ് ബിൻ അൽത്താനിയെ മാറ്റി മകൻ ഖലീഫ ബിൻ അഹമ്മദ് ദാനി സ്വയം അമീറായി പ്രഖ്യാപിച്ച് ഭരണമേറ്റെടുത്തു. അതോടുകൂടിയാണ് ഖത്തറിൽ വീണ്ടും മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അധികാരത്തിലെത്തിയ ഖലീഫ ബിൻ അഹമ്മദ് താനി രാജകുടുംബത്തിന്റെ ചെലവുകൾ വെട്ടിച്ചുരുക്കി. പകരം ജനക്ഷേമ പദ്ധതികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി. സാമൂഹ്യ പദ്ധതികൾ, വീട്, ആരോഗ്യമേഖല, വിദ്യാഭ്യാസം, പെൻഷൻ എന്നിവയിൽ കൂടുതൽ പണം ചെലവഴിക്കാൻ തുടങ്ങിയതോടെ ഖത്തറിന്റെ മുഖച്ഛായ തന്നെ മാറുവാൻ തുടങ്ങി. ജപ്പാൻ, സ്പെയിൻ, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളുമായി ഗ്യാസ് സപ്ലൈ ചെയ്യാൻ ഖത്തർ ഉണ്ടാക്കിയ ദീർഘകാല കരാർ പിന്നീട് നിരവധി രാജ്യങ്ങളിലേക്കും വ്യാപിക്കപ്പെട്ടു. വിവിധ ലോകരാജ്യങ്ങളിൽ നിന്നുള്ള സാങ്കേതിക വിദ്യ ഖത്തർ എല്ലാ രംഗത്തും പ്രാവർത്തികമാക്കി. 1998 ഖത്തറിൽ ഒരു എഡ്യൂക്കേഷൻ സിറ്റി രൂപം കൊണ്ടു. അവിടെ അമേരിക്കയിലെ 6-ഉം യൂറോപ്പിലെ 2-ഉം യൂണിവേഴ്സിറ്റികൾ പ്രവർത്തനം തുടങ്ങി. വിദ്യാഭ്യാസ രംഗത്തും വൻ പുരോഗതി നേടിയ രാജ്യമാണ് ഖത്തർ. ജനങ്ങളിൽ, പ്രത്യേകിച്ച് സ്ത്രീകളിൽ ഭൂരിഭാഗം പേരും ബിരുദധാരികളാണ്. ഖത്തറികളിൽ ഗണ്യമായൊരു വിഭാഗത്തിന് അറബി കൂടാതെ ഇംഗ്ലീഷ് ഇല്ലെങ്കിൽ ഫ്രഞ്ച് ഭാഷ അറിയും. ഖത്തർ സർവകലാശാല ലോകത്തിലെ പ്രധാന സർവകലാശാലകളിൽ ഒന്നാണ്. കൂടാതെ അമേരിക്കൻ, യൂറോപ്യൻ സർവകലാശാലകളുടെ കേന്ദ്രങ്ങളും ഇവിടെയുണ്ട്. ഒരു രാജ്യത്തിന്റെ ജനങ്ങൾക്ക് ആവശ്യമായ ക്ഷേമം കൃത്യമായി ഉറപ്പുവരുത്താൻ ആ രാജ്യത്തിലെ ഭരണാധികാരികൾക്ക് കഴിയുന്നത് കൊണ്ട് തന്നെയാണ്
ലോകത്തിന്റെ നാനാഭാഗത്തും നടക്കുന്ന വിഷയങ്ങളിൽ കൃത്യമായ നയതന്ത്ര നീക്കങ്ങൾ നടത്താൻ ഖത്തറിന് കഴിയുന്നത്. റഷ്യ-യുക്രൈൻ വിഷയത്തിലും കൂടുതൽ സമാധാന ശ്രമങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ ഖത്തറിന് കഴിയുമെന്ന ശുഭപ്രതീക്ഷയാണ് ഇപ്പോൾ ലഭിക്കുന്നത്.